ഹലോ, നമ്മൾ ഇന്നൊരു ഓട്ടോയിറ്റിൻ്റെ ഡേ വീഡിയോ ആയിട്ടാണ് വന്നേക്കണേ. രാവിലെ തന്നെ കൊക്കാച്ചിയെ പോലെ ഉറക്കണീറ്റ് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഓൾമോസ്റ്റ് പറ്റണ എല്ലാ ഡേയ്സിലും കുടിക്കാറുണ്ട്. നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് രാവിലെ കുടിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് രാവിലെ തന്നെ നല്ല വ്യൂ ഒക്കെ കാണുന്നത് നല്ലതല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് അയലത്തെ വീട്ടിലെ ചക്കയാണ്. ചക്ക അയലത്തെ വീട്ടിലേതാണെങ്കിലും മിക്കവാറും അത് വേവണത് ഇവിടുത്തെ അടുപ്പിലായിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ കുളിയൊക്കെ പാസ്സാക്കി വന്നിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയാണ്. അപ്പോൾ ഇഡലിയും ചമ്മന്തിക്കറിയാണ്. എൻ്റെ അമ്മക്കുട്ടി രാവിലെ ഇഡലിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ജോലിക്ക് പോയേക്കാട്ടോ. അപ്പോൾ ഇഡലിയും ചമ്മന്തിയും പിന്നെ കോഫിയും. പൊതുവേ ഞാനൊരു കോഫി ലവറാണ് എന്ന് പറയുന്നതിലുപരി കോഫി അഡിക്റ്റാണെന്ന് പറയാം. എത്ര തന്നാലും കുടിക്കും, എപ്പോൾ തന്നാലും കുടിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥ കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പിന്നെ ഈ കപ്പ് എൻ്റെ സ്റ്റുഡൻ്റ് എനിക്ക് ഗിഫ്റ്റ് തന്നെ കേട്ടോ. ആദിത്യൻ എന്ന് പറയുന്ന മോനാണ്. അപ്പോൾ കുഞ്ഞ് എനിക്ക് ക്രിസ്മസിനാണ് ആളെനിക്ക് കപ്പ് ഗിഫ്റ്റായിട്ട് തന്നത്. അപ്പം കുഞ്ഞിനെയും കൂടെ ഞാൻ ഈ നിമിഷം ഓർക്കാണ്. എൻ്റെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്ററാണ് എസ് ഒക്കെ ഉള്ള കപ്പാണ് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചറിന്. ഞങ്ങൾ ഒരു ഗിഫ്റ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട് വീട്ടിലെന്ന്. ഞാനങ്ങനെ കാഷ്വലായിട്ട് എടുത്തു, നിങ്ങൾ പറയുന്ന പോലെ. അപ്പോൾ ക്രിസ്മസ് ഡേയുടെ സെലിബ്രേഷൻ്റെ സ്കൂളിൽ വെച്ച ആ ഡേയിൽ ആൾ കൊണ്ടുവന്ന് ഭയങ്കര ഹാപ്പിയായി. എനിക്കും അതിനേക്കാളും സന്തോഷം. കുഞ്ഞുങ്ങളെ നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് തരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ മുത്തിനെയും കൂടെ ഞാൻ ഈ ഒരു നിമിഷം ചക്കര ഉമ്മ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി പൊതുവേ എൻ്റെ ഇതിൽ ഓൾമോസ്റ്റ് എല്ലാവരും കഴിക്കണം കണ്ടിട്ടുണ്ട്. എനിക്കും അങ്ങനെ കഴിക്കണം ഇഷ്ടം. ഇങ്ങനെ പൊടിച്ച് വാരി നല്ല ഇച്ചിരി കറിയൊക്കെ ഒഴിച്ച് കുഴച്ച് ഇഡലി ആയാലും ദോശയായാലും ഇടിയപ്പം ആയാലും എല്ലാം ഇങ്ങനെ കുഴച്ച് വാരി കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു തൃപ്തി അറിയുക. ഓക്കെ, ഭയങ്കര ഹാപ്പിയാണ്. എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കൂടുതൽ കിട്ടും. ഉച്ചയ്ക്ക് ഒരു ലൈസൻസിൻ്റെ കാര്യമൊക്കെ ആയിട്ട് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോൾ ഒരുപാട് ലേറ്റായിപ്പോയി. വയറ് കത്തണ വിശപ്പുമായിട്ട്. അപ്പോൾ പിന്നെ ഒരുപാട് പ്രിപ്പറേഷനൊന്നും നിന്നില്ല. തട്ടിക്കൂട്ടി പെട്ടെന്നൊരു ഓംലേറ്റും ഒരു മെഴുക്കുവരട്ടിയും പിന്നെ അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് പുറത്തെല്ലാം വായി നോക്കിയൊക്കെ കണ്ട് കൊതിയൊക്കെ കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും ചിലപ്പം. അപ്പോൾ എല്ലാമൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് ഒരു വലിയൊരു ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റ് വന്നപ്പോഴേക്കും അമ്മ വന്നു. അമ്മ വന്നിട്ട് കട്ടന് വിട്ട് പിന്നെ അമ്മ വട മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വടയും കൂടെ കൂട്ടിയിട്ട് വൈകിട്ട് കഴിച്ചു. നല്ല മുരിഞ്ഞ വടയായിരുന്നു. അപ്പോൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞു. കുളിച്ചിട്ടൊക്കെ നമ്മൾ വന്നു. കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു 7:30 അടുപ്പിച്ചായി. അടുക്കളയിലോട്ട് വന്നപ്പോൾ അമ്മ മാങ്ങ എരിയുന്നുണ്ട്. നല്ല പഴുത്ത മാങ്ങയാണ്. കുറച്ച് പുഴുവൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ മാങ്ങയൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ള മാങ്ങയായിരുന്നു. എന്നിട്ട് കുറേ അല്ലാതെ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് എടുത്തിട്ട് വന്നിട്ട് ആസ്വദിച്ചിരുന്ന് കഴിച്ചു. പിന്നെ എന്താണ്, മാങ്ങ സീസണൊക്കെ കഴിയാറായി വരല്ലേ. അപ്പോൾ അതിൻ്റേതായൊരു സങ്കടമുണ്ട്. അപ്പോൾ മാങ്ങ സീസണായപ്പോൾ ഓൾമോസ്റ്റ് ഒരുവിധ എല്ലാ ഡേയ്സിലും മാങ്ങ വീട്ടിലുണ്ടായിരുന്നു, കൊണ്ടുവരുമായിരുന്നു. ഇപ്പോൾ അവസാനിക്കാൻ പോകുന്നിട്ട് ഇയാൾ കത്തുമെന്ന് പറയുന്ന പോലെ അങ്ങ് കഴിച്ച് തീർക്കാം. അത്താഴത്തിന് ഇന്ന് നമുക്ക് ചോറാണ്. ചോറിൻ്റെ കൂടെ മാങ്ങാച്ചാറുണ്ട്, പിന്നെ അച്ചിങ്ങപ്പയർ മെഴുക്ക് പുരട്ടിയതുണ്ട്, പപ്പടമുണ്ട്, പിന്നെ പാവയ്ക്ക അതിനെ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പറ്റിച്ചെടുക്കുക എന്നൊക്കെ പറയുന്നത്, അങ്ങനെ എന്തോ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ അത്താഴം കഴിക്കുകയാണ്. എൻ്റെ ആദ്യത്തെ ഓട്ടോയിറ്റിൻ്റെ ഡേ ആണ്, ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ലൈക്ക് ചെയ്യുക,
പിന്നെ പുതിയ വിശേഷങ്ങളായിട്ട് ഇനി കാണാം കേട്ടോ. ഗുഡ് നൈറ്റ്, ബൈ.